ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഉബുണ്ടു 18.04-ൽ ക്യാനോൻ LBP 2900 മോഡൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും എന്നതിനെക്കുറിച്ചുള്ളതാണ്. അത് നമുക്ക് രണ്ട് രീതിയിലുള്ള ഫയൽ ഇൻസ്റ്റാളേഷൻ ഉണ്ട്. ഒന്ന് PPD ഫയലും ഒന്ന് DEB ഫയലും. ആദ്യം നമുക്ക് .deb ഫയൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് നോക്കാം. ഇതിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിൽ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ്സ് സെലക്ട് ചെയ്യുക. ആദ്യം നമുക്ക് DEB ഫയൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിപ്പ് ഫയലായിരിക്കും വരിക. അത് എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ഹിയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഒരു പുതിയ ഫോൾഡർ വരും. ആ ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ എന്നൊരു ഫയൽ കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്കിന് ശേഷം ട്രസ്റ്റ് ആൻഡ് ലോഞ്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡലായിരിക്കും ചോദിക്കുന്നത്. പ്രിൻ്റർ മോഡൽ ടൈപ്പ് ചെയ്യുക. LBP 2900 ആണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന പ്രിൻ്റർ. LBP 2900 900B അത് ടൈപ്പ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അതും ടൈപ്പ് ചെയ്യുക. ഓക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണാം. ഇൻസ്റ്റാളേഷൻ ഫിനിഷ്ഡ്. ഓക്കെ നമ്മൾ സിസ്റ്റം സെറ്റിങ്സിൽ പോയിട്ട് പ്രിൻ്റർ ഇപ്പോൾ ഓൾറെഡി രണ്ട് പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്ത് വന്നതായിട്ട് കാണാം. അതിൽ നമുക്ക് LBP 2900B ആണ് വേണ്ടത്. മറ്റത് നമ്മൾ സെറ്റിങ്സിൽ റിമൂവ് പ്രിൻ്റർ കൊടുത്താൽ അത് ഒഴിവാകും. ഇങ്ങനെയാണ് .deb ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ചില കമ്പ്യൂട്ടറുകളിൽ ഇത് വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് രണ്ടാമത്തെ ഫയൽ സിസ്റ്റം .ppd ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനത് ചെയ്യുന്നത് കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഇൻസ്റ്റാൾ ചെയ്ത പ്രിൻ്റർ ഒന്ന് റിമൂവ് ചെയ്യാം. അതും നമ്മൾ ഓൾറെഡി ഡൗൺലോഡ്സിൽ നമ്മുടെ ആ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യണം. ക്യാനോൻ LBP 2900B എന്നുള്ള സിപ്പ് ഫയലാണ്. അതും അൺസിപ്പ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കുക. അപ്പോൾ ഫയൽ ഓപ്പൺ വന്നതായിട്ട് കാണാം. ഈ ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്യാനോൻ LPB 2900.ppd എന്നുള്ള ഫയലാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 127.0.0.631 ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്യുക. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ വരികയും അവിടെ ആഡ് പ്രിൻറ്റേഴ്സ് ആൻഡ് ക്ലാസസ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഈ പുതിയ മെനുവിൽ ആഡ് പ്രിൻ്റർ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മളോട് യൂസറിൻ്റെ പേരും പാസ്വേഡും കൊടുക്കണം. നമ്മുടെ യൂസറിൻ്റെ പാസ്വേഡ് റൈറ്റ് ടോപ്പ് കോർണറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് കാണാവുന്നതായിരിക്കും. യൂസറിൻ്റെ പേര് കിട്ടും. നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡും കൊടുത്ത് ഓക്കെ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ലോക്കൽ പ്രിൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് കാണിക്കും. അതിൽ നമ്മുടെ പ്രിൻ്റർ
ക്യാനോൻ LPB 2900 ആണ്. അത് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക, വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രൗസ് ചെയ്ത് കൊടുക്കണം. PPD ഫയൽ ബ്രൗസ് കൊടുക്കുക. ബ്രൗസ് കൊടുത്തിട്ട് നമുക്കറിയാം ഡൗൺലോഡ്സിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് ഫയൽ. ക്യാനോൻ LPB 2900B എന്നുള്ള ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും ക്യാനോൻ LPB 2900 PPD ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് ആഡ് പ്രിൻ്റർ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഇപ്പം പ്രിൻ്റർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി സെറ്റ് ഡീഫാൾട്ട് ഓപ്ഷൻ, പ്രിൻ്റർ ക്യാനോൻ LPB 2900 ഡീഫാൾട്ട് ഓപ്ഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നു. നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഈ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് സിസ്റ്റം സെറ്റിങ്സിൽ കയറുന്നു. അവിടെ ക്യാനോൻ LPB 2900 ഇൻസ്റ്റാളേഷൻ ചെയ്തതായിട്ട് കാണാം. ഇനി നമുക്ക് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. വെൽക്കം എന്നൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഫയൽ പ്രിൻ്റ് LPB 2900 ഓക്കെ കൊടുക്കുക. ഇപ്പം പ്രിൻ്റർ വർക്ക് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. അത് പ്രിൻ്റിങ് കഴിഞ്ഞു. ചില സമയങ്ങളിൽ പ്രിൻ്റർ വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ പെൻഡിങ് ഫയൽ കിടക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. അതിനുവേണ്ടി നമ്മൾ പവർ ലൈറ്റ് തൊട്ട് താഴെ പേപ്പർ ഫീഡ് ചെയ്യുന്ന ഒരു സ്വിച്ച് കാണാം. അതിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, പ്രസ് ചെയ്ത് വിടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പെൻഡിങ് ഫയൽ പ്രിൻറ്റിങ് വരും. ചില പ്രിൻ്ററിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറുകയും വീണ്ടും നമുക്ക് പ്രിൻ്റ് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെയാണ് രണ്ട് രീതിയിൽ നമ്മൾ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ചിലതിൽ .ppd ഫയലുകളാണ് വർക്ക് ചെയ്യുന്നത്, ചിലത് .deb വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതാണോ നമ്മൾക്ക് യോജിക്കുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രിൻ്ററിൻ്റെ കൊടുത്ത പ്രിൻ്റ് വന്നതിന് ശേഷവും ചിലപ്പം പ്രോസസ്സിങ് തുടരും. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് പ്രിൻ്ററിൻ്റെ ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രിൻറ്റിങ് കണ്ടിന്യൂ ചെയ്യുകയും വീണ്ടും നമുക്ക് പ്രിൻ്റ് കൊടുക്കാൻ പറ്റുകയും ചെയ്യും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.